ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് ഇനിയുള്ളത് കഠിനമേറിയ കാലഘട്ടം തന്നെയാണ്. 2014-ലും 2019-ലും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടിയ BJPക്ക് അവരുടെ സ്പീക്കർമാരുടെ കാര്യത്തിൽ ഒരു രീതിയിലും ആശങ്കയില്ലായിരുന്നു. എന്നാൽ ഓം ബിർളയുടെ കാര്യത്തിൽ BJPക്ക് ഇപ്പോൾ ആശങ്കയുണ്ട്. 2019-ൽ ഓം ബിർള പകപോക്കൽ രാഷ്ട്രീയം നടത്തി നിരവധിയായ MPമാരെ സസ്പെൻഡ് ചെയ്യുകയും മഹുവ മൊയ്ത്രയ്ക്കെതിരെ എടുത്ത തീരുമാനം ഉചിതമായിരുന്നില്ല എന്ന് വ്യക്തമാകുകയും ചെയ്ത സാഹചര്യമായിരുന്നു. ഇപ്പോഴിതാ ഈ ലോക്സഭയിലും മഹുവ മൊയ്ത്ര ജയിച്ച് വന്നിരിക്കുകയാണ്. മഹുവ മൊയ്ത്ര മോദിയോട് പറഞ്ഞ ഒരു ഡയലോഗുണ്ട്: നിങ്ങൾ എന്തുകൊണ്ട് ഭയക്കുന്നു? ഞാൻ പറയുന്ന ഈ വാക്കുകൾ കേൾക്കാനെങ്കിലും തയ്യാറാകൂ. നിങ്ങൾ പോവുകയാണോ? പേടിച്ചോടുകയാണോ? ആ വാക്കുകളിൽ തന്നെ ഉണ്ട് നരേന്ദ്രമോദി എന്ന 56-ഇഞ്ചുകാരൻ്റെ എല്ലാ ക്രൗര്യവും നശിക്കപ്പെടുന്ന രീതിയിലേക്ക് മഹുവ എത്രമാത്രം തീക്ഷ്ണതയുടെ വാക്കുകൾ വിതറിയിരിക്കുന്നു എന്നത്. ഇപ്പോൾ നരേന്ദ്രമോദി തനി രാഷ്ട്രീയം കളിക്കുന്നതിൻ്റെ പാരമ്യത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. കാരണം എൻ്റെ മന്ത്രിസഭയെ സംരക്ഷിക്കാൻ വേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്കും TDPയും JDUവുമായും തയ്യാറാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണല്ലോ ബജറ്റിൽ തീരുമാനങ്ങൾ അവർക്ക് അനുകൂലമാക്കിയത്. അപ്പോഴാണ് BJPക്ക് ഉള്ളിൽ തന്നെ മറ്റൊരു രീതിയിൽ പിളർപ്പ് രൂപപ്പെടുന്നത്. അതിൽ ഏറെ നിർണായകം രാജ്യസഭയെ തന്നെയാണ് ബാധിക്കുന്നത്. രാജ്യസഭയിൽ പോലും ആ രീതിയിൽ BJPക്ക് കേവല ഭൂരിപക്ഷമില്ല. BJPക്ക് ഉള്ളിലെ പിളർപ്പ്, താൻപോരിമ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ രീതിയിൽ ശ്രദ്ധാകേന്ദ്രമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതായത് സഖ്യകക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്കുള്ള രാജ്യസഭയിലെ പരമാവധി സീറ്റുകൾ ചോദിച്ചു വാങ്ങിക്കാനുള്ള പ്ലാൻ BJPക്ക് നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ നീങ്ങുമ്പോൾ ആദ്യമേ തന്നെ അതിന് തടയിട്ടുകൊണ്ട് TDP പറഞ്ഞിരിക്കുന്നത് സഖ്യകക്ഷികൾ എന്ന രീതിയിൽ നിങ്ങൾ അങ്ങനെ ചിന്തിക്കേ വേണ്ട, പരമാവധി രാജ്യസഭാ സീറ്റ് സഖ്യകക്ഷികൾക്ക് തന്നെ എന്ന രീതിയിലേക്ക് TDP ആദ്യ നീക്കം നടത്തിയിരിക്കുകയാണ്. ഐക്യജനതാദളും ആ നീക്കത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. BJPയുടെ കൂടി പിന്തുണയോടുകൂടി തങ്ങളുടെ MPമാരെ ജയിപ്പിക്കാൻ നിതീഷ് കുമാറും ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. അത് സമ്മതിക്കേണ്ടി വരുന്ന സാഹചര്യം കൂടിയാണ്. കാരണം ലോക്സഭയിൽ അല്ലെങ്കിൽ അടിപൊട്ടും എന്നത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതായത് ഒരു ഭീഷണിയുടെ താക്കീതിൻ്റെ സ്വരമാണ് സഖ്യകക്ഷികൾ BJPക്ക് നൽകുന്നത്. നാളിതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു തരം തീരുമാനം. 2014-ലും 2019-ലും BJPക്ക് ഒറ്റയ്ക്കാണ് ഭരിക്കാൻ കഴിഞ്ഞതെങ്കിൽ അന്നൊന്നും ഇത്തരത്തിൽ ഒരു പരീക്ഷണം നേരിടേണ്ടി വരില്ലായിരുന്നു. ഇപ്പോൾ ഓം ബിർളയ്ക്കും ജഗദീപ് ധൻഖറിനും ഒരുപോലെ പരീക്ഷണം നേരിടേണ്ട സാഹചര്യമാണ്. ഓം ബിർളയ്ക്ക് ലോക്സഭയിൽ തന്നെ BJPക്കിടയിലെ ഭിന്നിപ്പ് പരിഹരിക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യമാണ്. അതായത് BJPയുടെ നേതൃത്വത്തിനെതിരെ തന്നെ നീങ്ങുന്ന ചിലർ അതിനകത്ത് ചിലരായി ഉണ്ട്. അവരെ മേയ്ക്കുക നരേന്ദ്രമോദിക്കും ഇനി എളുപ്പം കഴിയില്ല. എണ്ണയിട്ട യന്ത്രം പോലെയായിരുന്നു 2019-ലും 2014-ലും നരേന്ദ്രമോദി BJPയെ കൊണ്ടു നടന്നത്. ഉള്ളം കയ്യിൽ വെച്ചതുപോലെ അഭിപ്രായത്തിനോട് വിയോജിക്കുന്നവരെയൊക്കെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്ന രാഷ്ട്രീയ നയം. എന്നാൽ ഇനി പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും വലിയ ബുദ്ധിമുട്ടാകും. അതിനിടയിലാണ് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ഉറപ്പായും കിട്ടിയേ മതിയാകൂ എന്ന കോൺഗ്രസിൻ്റെ താക്കീത്. ഓം ബിർളയ്ക്കും ജഗദീപ് ധൻഖറിനും വായടക്കേണ്ടി വരും.